ഹലോ. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലോട്ട് ആവശ്യമുള്ളത് മാത്രമായിരുന്നു ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളൂ. കുറേ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. നിർബന്ധമായിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഓരോരുത്തർ കൊണ്ടുതരുമ്പോൾ നമുക്ക് ഇപ്പോൾ വാങ്ങിച്ചതൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരണമല്ലോ എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ വാങ്ങില്ല. ഇനി ഹോസ്പിറ്റലിലത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഓരോരുത്തർ എന്തായാലും ഫസ്റ്റ് തന്നെ എന്ന് വെച്ചാൽ ഉണ്ണിക്കുള്ള തുണിയാണ്. തുണിയെന്ന് വെച്ചാൽ ഈ മൂത്രയ്ക്കുമ്പോൾ ഉടുക്കാനുള്ളതാണ്. അത് ഞാനൊരു 16 പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെട്ടി വെച്ചിട്ടുള്ള കാരണം അത് 16 എടുത്ത് വെച്ച് പിന്നെ ഉണ്ണിക്ക് പറ്റിയ ഒരു തൊപ്പി കൈമൊന്നും കാൽമൊന്നും മാത്രമാണ് ഇതെൻ്റെ ഉള്ളത്. അത് ഒരെണ്ണം മാത്രമേ വാങ്ങിച്ചുള്ളൂ, കൂടുതൽ വാങ്ങിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, പിന്നെ 5 കുഞ്ഞുടുപ്പാണ്, 5 3 വൈറ്റും 2 കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ വാങ്ങിച്ചില്ല, ഇത് 5 മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് അത് അത്രമാത്രം വാങ്ങിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ഷീറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രൈ ഷീറ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ, അപ്പോൾ കൂടുതൽ വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ കഴിഞ്ഞ് വീട്ടിൽ വന്നു വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല. പിന്നെ റിസീവിങ് ടൈലാണിത്. റിസീവിങ് ടൈമിൽ നമുക്ക് ഞാൻ ഇപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വാങ്ങിക്കാം, അത് കുഴപ്പമില്ല. പിന്നെ പാമ്പേഴ്സ് ഞാൻ ഇത്ര മാത്രം വാങ്ങിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പാമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ യൂസ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, മറ്റേ ഇപ്പോൾ പാമ്പേഴ്സിന് പകരം കുറേ ഒരു പാമ്പേഴ്സ് പോലത്തെ വേറെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയത് ഇറങ്ങിയിട്ടുള്ള കാരണം അത് ഞാൻ കുറച്ചിനെ വാങ്ങിക്കും. അതുകൊണ്ട് അതുവരെ യൂസ് ചെയ്യാനുള്ളത് മാത്രം ഞാൻ പാമ്പേഴ്സ് ഇതാക്കുക. പിന്നെ പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കറക്റ്റ് നമ്മൾ ഡൈപ്പർ റാഷ് ക്രീം ഇതും കൂടെ വാങ്ങണം, നിർബന്ധമായിട്ടും വാങ്ങണം. എല്ലാ ഉണ്ണികൾക്കും ഒരേപോലെ ആയിരിക്കില്ല, ചിലപ്പോൾ അലർജി വരാൻ സാധ്യത കൂടുതലായ കാരണം ഇത് എന്തായാലും വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വൈപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. വൈപ്സും നല്ല രീതിക്ക് നിർബന്ധമായിട്ടും ആവശ്യമുള്ളതായ കാരണം വൈപ്സും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഹിമാലയയുടെ സോപ്പ് ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സോപ്പ് ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് കയ്യിൽ ഞാൻ വെക്കുന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയാത്ത കാരണം സോപ്പ്. അത് കഴിഞ്ഞിട്ട് ഇത് മറ്റേ തുണിയുടെ പകരം കെട്ടണം, മറ്റേ ഇപ്പോൾ എന്നിട്ട് നേപ്പിൾസ് അങ്ങനെ എന്തോ പറയില്ലേ, എനിക്കിതിൻ്റെ പേര് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ ടൈപ്പ് ചെയ്യണേ, കമൻറ്റിൽ പറഞ്ഞു തന്നാൽ മതി. അത് ഞാൻ 3 യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ എൻ്റെ ചാനലിലുണ്ട്, എല്ലാവരും കയറി കാണും. ബൈ.